ഫെബ്രുവരി 11 ലൂർദ് മാതാവിന്റെ തിരുനാളാണ്. നിങ്ങൾക്കറിയാം, ലൂർദിൽ പരിശുദ്ധ അമ്മ 1858 പരിശുദ്ധ അമ്മ ആർക്കാണ് പ്രത്യക്ഷപ്പെട്ടത്? 14 വയസ്സ് മാത്രമുണ്ടായിരുന്ന പെൺകുട്ടിയുടെ പേര് ബെർണഡിറ്റ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. കൂടെ കൂടെ അപസ്മാരമൊക്കെ വരുമായിരുന്ന ഒരു പെൺകുട്ടിയാണ്. ഫെബ്രുവരി 11 മുതൽ ജൂലൈ 16 വരെ 18 പ്രാവശ്യമാണ് പരിശുദ്ധ അമ്മ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെ പ്രത്യക്ഷീകരണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും കുശാലായി പോയി. അങ്ങനെ എല്ലാവരും പോയതിനു ശേഷം പിന്നെ 22-ാമത്തെ വയസ്സിൽ ഇവൾ ഒരു മഠത്തിൽ ചേർന്നു. സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി കോൺവെന്റിൽ ചേരുകയും ഒരു കന്യാസ്ത്രീയായി ജീവിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇവൾക്ക് തുടർച്ചയായ രോഗപീഠകളാണ്. തൊട്ടപ്പുറത്ത് ലൂർദിൽ ആയിരങ്ങള് 10,000 ജനലക്ഷങ്ങൾ വന്ന് ആ ലൂർദിലെ നീരുറവയിൽ നിന്ന് വെള്ളം കുടിക്കുകയും സുഖം പ്രാപിക്കുകയും അത്ഭുതങ്ങളുടെ പെരുമഴ സംഭവിക്കുകയും ചെയ്യുകയാണ്. അവൾ തന്റെ കൈകൊണ്ട് കുഴിച്ച ആ നീരുറവയിൽ നിന്ന് പുറപ്പെടുന്ന വെള്ളം കുടിച്ച് 10,000 സൗഖ്യപ്പെടുമ്പോ, ഇപ്പുറത്ത് കുറച്ചു മാറി ബെർണഡിറ്റ രോഗിയായി കിടക്കുകയാണ്. അപ്പോ അവളോട് ചോദിച്ചു, നിനക്ക് സൗഖ്യം പ്രാപിക്കണ്ടേ? അവള് പറഞ്ഞു, രോഗിയായിരിക്കുക എന്നതാണ് എന്റെ ദൈവവിളി. മൈ വൊക്കേഷൻ ഈസ് ടു ബി സിക്ക്. അവൾക്ക് പരാതിയില്ല, രോഗിയാണ്. 22 വയസ്സ് മുതൽ, പ്രിയപ്പെട്ടവരെ, 35-ാമത്തെ വയസ്സിൽ അവൾ മരിക്കുന്നത് വരെ രോഗിയാണ്. അവള് പറഞ്ഞു, പരിശുദ്ധ അമ്മയുടെ കയ്യിലെ ഒരു ചൂലാണ്. ഐ ആം എ ബ്രൂം ഇൻ ദ ഹാൻഡ് ഓഫ് അവർ ലേഡി. പരിശുദ്ധ അമ്മയുടെ കയ്യിലെ ഒരു ചൂലാണ് ഞാൻ. നമ്മൾ ചൂലെടുത്തുകൊണ്ട് എന്ത് ചെയ്യും? അടിക്കും, അല്ലേ? കാലത്ത് തന്നെ ചൂലെടുക്കും, മുറി അടിക്കും. കിടന്ന സ്ഥലവും മുറിയൊക്കെ അടിച്ച് വൃത്തിയാക്കിയതിനു ശേഷം പിന്നെ ആ ചൂല് എവിടെ വെക്കും? ഒരു മൂലയ്ക്കൽ എവിടെ വെക്കും? വാതിലിന്റെ പിറകിൽ വെക്കും, അല്ലേ? എല്ലാവരും കാണുന്ന സ്ഥലത്ത് തൂക്കിയിടോ? ചൂലിന്റെ ഈ സ്ഥലം എന്ന് പറയുന്നത് വാതിലിന്റെ മറവിൽ, അല്ലെ? വാതിൽ ഇങ്ങനെ അടച്ചു വെച്ച് ചൂല് അതിന്റെ മറവിൽ ആ മൂലയ്ക്ക് വെക്കും. അങ്ങനെ പരിശുദ്ധ അമ്മ ലോകത്തിന്റെ പാപങ്ങൾ അടിച്ചു മാറ്റുന്നതിന് വേണ്ടി എന്നെ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ എന്നെ വാതിലിന്റെ മറവിലെ ആ മൂലയിൽ ഒരു ചൂലായി വെച്ചിരിക്കുകയാണ്. മൈ വൊക്കേഷൻ ഈസ് ദാറ്റ്. എനിക്ക് വേണ്ടി. അപ്പോൾ അവളുടെ മദർ അവളോട് ചോദിച്ചു, മോളെ, നിന്റെ ഈ രോഗം മാറാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി പ്രാർത്ഥിക്കട്ടെ? അവള് പറഞ്ഞു, ഞാൻ ഈ രോഗിയായിരിക്കുക എന്നത് എന്റെ ഒരു ദൈവവിളിയാണ്. അവൾക്ക് പരാതിയില്ല. അങ്ങനെ പരാതികളില്ലാതെ കടുത്ത ആസ്മരോഗവും ക്ഷയവും കാലിൽ ട്യൂമറും ഒക്കെ ആയിട്ട് അവള് അങ്ങനെ ജീവിക്കുകയും ഒരു പരാതികളുമില്ലാതെ മരിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവർ, അങ്ങനെ മരിച്ച ഈ ബെർണഡിറ്റയുടെ ശരീരം 30 വർഷങ്ങൾക്ക് ശേഷം തുറന്നു. 1909 ഇത് തുറന്നപ്പോ ഒരു കേടും വന്നിട്ടില്ല. 30 വർഷം കഴിഞ്ഞിട്ടും ശരീരത്തിന് ഒരു കേടും വന്നിട്ടില്ല. അവരെന്ത് ചെയ്തു? അടച്ച് വീണ്ടും കുഴിച്ചിട്ടു. 10 കൊല്ലം കഴിഞ്ഞപ്പോ വീണ്ടും തുറന്നു. 1919 വീണ്ടും തുറന്നപ്പോ അങ്ങനെ തന്നെ. 1925 വീണ്ടും അടച്ചു വെച്ചു. 1925 വീണ്ടും തുറന്നു. അപ്പോഴും ഒരു കേടും വന്നിട്ടില്ല. പിന്നെ അവര് അത് അടച്ചു വെച്ചില്ല, അത് എക്സ്പോസ് ചെയ്തു. ഇപ്പോഴും അച്ഛന്റെ ഒരു സുഹൃത്ത് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഫ്രാൻസിലാണ്. ഈ ലൂർദിൽ നിന്ന് പിന്നെയും കുറെ ദൂരം യാത്ര ചെയ്തിട്ടൊക്കെയാണ് അവിടെ ചെന്നത്. പ്രിയപ്പെട്ടവരെ, ഈ അഴുകാത്ത ശരീരങ്ങൾ, കുറെ ശരീരങ്ങളൊക്കെ ഇവര് ഇങ്ങനെ കണ്ടുള്ളൊരു യാത്രയായിരുന്നു. 1 മാസത്തോളം എടുത്തുള്ളൊരു യാത്രയായിരുന്നു അവര് പറയായിരുന്നു, ഏറ്റവും മനോഹരമായി പ്രിസർവ് ചെയ്യപ്പെട്ടിട്ടുള്ള, ഏറ്റവും സുന്ദരമായിരിക്കുന്ന രൂപം
ബെർണഡിറ്റയുടേതാണെന്ന്. അതുപോലെ ഈ ജീവിതം മുഴുവൻ, ശരീരം മുഴുവൻ അഴുകി ജീവിച്ചിരിക്കുമ്പോ തന്നെ ശരീരത്തിൽ മുഴുവൻ രോഗങ്ങളായി സ്നേഹം മാത്രം കൊണ്ട് നടന്ന് 35-ാമത്തെ വയസ്സിൽ മരിച്ച പെൺകുട്ടി, പ്രിയപ്പെട്ടവരെ, അവളുടെ ശരീരം ഇപ്പോഴും അഴുകാതിരിക്കുകയാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ അവളോട് ചോദിച്ചു, നിന്റെ ഈ രോഗത്തിനൊരു ശമനമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത്, ഡോണ്ട് പ്രേ ഫോർ റിലീഫ്, രോഗത്തിൽ നിന്ന് ശമനമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണ്ട, ബട്ട് പ്രേ ഫോർ പേഷ്യൻസ്. എനിക്ക് ഈ രോഗത്തെ ക്ഷമയോടെ അതിജീവിക്കാനുള്ള, എനിക്കൊരു ക്ഷമ എന്ന് പറയുന്ന പുണ്യമുണ്ടാകാൻ, എനിക്ക് ഇതിനെ സഹിക്കാൻ ഒരു കൃപയുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതിയെന്ന് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ.